ഗുഡ് മോർണിംഗ്. PD ആൻഡ് ഇൻ്റഗ്രൽ ഇക്വേഷൻസിൻ്റെ തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂൾ ഇൻ്റഗ്രൽ ഇക്വേഷൻസ് മാത്രമാണ് പഠിക്കുന്നത്. എന്താണ് ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഇൻ്റഗ്രൽ ഇക്വേഷൻ പറഞ്ഞാൽ ഈക്വൽ സൈൻ ഉണ്ടാവും, ഇക്വേഷൻ ആണല്ലോ. പിന്നെ ഇൻ്റഗ്രൽ സൈൻ ഉണ്ടാവും. പിന്നെ ഇൻ്റഗ്രൽ സൈനുള്ളിൽ നമ്മൾ അൺനോൺ അല്ലെങ്കിൽ സൊല്യൂഷൻ വരും, y വരും. അതാണ് ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. Integral equation is an equation in which the unknown function y of x comes under the integral sign. ഇനി ഇൻ്റഗ്രൽ ഇക്വേഷൻ ലീനിയർ എന്ന് പറയണമെങ്കിൽ ഈ y മാത്രം നോക്കിയാൽ മതി. അത് അൺനോൺ ഫംഗ്ഷൻ ലീനിയർ ആയിട്ട് വരാവും. y സ്ക്വയറോ y ക്യൂബോ അങ്ങനെയൊന്നും വരാൻ പാടില്ല. y മാത്രമായിട്ട് വരണം. അതാണ് ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ ലീനിയർ ഇൻ്റഗ്രൽ ഇക്വേഷൻ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. രണ്ട് ടൈപ്പാണ്, ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ ആൻഡ് വോൾട്ടർ ഇൻ്റഗ്രൽ ഇക്വേഷൻ. രണ്ടിനെയും ടൈപ്പാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ട് നമ്മളൊരു വ്യത്യാസം ഇൻ്റഗ്രലിൽ മാത്രമാണ്. ഇൻ്റഗ്രൽ ഫ്രെഡോം ആണെങ്കിൽ ഇൻ്റഗ്രൽ ലിമിറ്റ് രണ്ടും കോൺസ്റ്റൻസ് ആണ്, എയും ബിയും. വോൾട്ടർ ആണെങ്കിൽ ഇൻ്റഗ്രൽ ലിമിറ്റ് അപ്പർ ലിമിറ്റ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫോം എന്താ പറഞ്ഞാൽ ആൽഫ ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി കെ ഓഫ് എക്സ് സൈ വൈ ഓഫ് സൈ ഡി സൈ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ ഉണ്ട്, ഈക്വൽ സൈനുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഇൻ്റഗ്രലിനുള്ളിൽ വൈ വരുന്നുണ്ട്. ഇൻ്റഗ്രലിനുള്ളിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? y വരുന്നുണ്ട്. ശരി, y ഓഫ് സൈ അതാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ പറയും. അപ്പോൾ ഇതിൽ y സ്ക്വയറോ y ക്യൂബ് ഒന്നും ഉണ്ടാവില്ല ഒരു സ്ഥലത്തും, ഇവിടെ ഒന്നും. y മാത്രമായിട്ട് വരുന്നുണ്ട്, y ലീനിയറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ലീനിയർ ഇൻ്റഗ്രൽ ഇക്വേഷനാണ്. അതിൽ ഇൻ്റഗ്രൽ എ ടു ബി രണ്ടും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ പറയും. അതേപോലെ തന്നെ ഇവിടെ ഇൻ്റഗ്രൽ എ ടു എക്സ് എന്ന് വരികയാണെങ്കിൽ വോൾട്ടർ ഇൻ്റഗ്രൽ ഇക്വേഷൻ പറയും. ഇവിടെ ആൽഫ ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കെ ഓഫ് എക്സ് ഐ എന്നൊക്കെ പറയുന്നത് ഗിവൺ ഫംഗ്ഷൻസ് ആണ്. ഈ കെ ഓഫ് എക്സ് ഐ എന്ന് പറയുന്ന ഇൻ്റഗ്രലിനുള്ളിൽ വരുന്ന, അതായത് വൈ ഓഫ് സൈനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് സൈ, അതിനെയാണ് കേണൽ ഓഫ് ഇൻ്റഗ്രൽ ഇക്വേഷൻ പറയും. കേണൽ. അപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തും ആവാം. ഇപ്പോൾ എക്സ് സ്ക്വയറോ എന്ത് വേണമെങ്കിൽ ഇതിനുള്ളിൽ വരാം. പക്ഷേ വൈ മാത്രം ഒറ്റയ്ക്കായിരിക്കും. അതാണ് ശ്രദ്ധിക്കുന്നത്. അതാണ് ലീനിയർ എന്ന് പറയാൻ കാരണം. ഓക്കെ. ഇനി നമുക്ക് പിന്നെ ഈ ആൽഫയുടെ സ്വഭാവം അനുസരിച്ചിട്ട് നമുക്കിതിനെ മൂന്ന് കൈൻസ്, ഡിഫറെൻറ്റ് കൈൻസ് എന്ന് പറയും. അപ്പോൾ ആൽഫാബെറ്റ് സൂറ ആണെങ്കിൽ സൈഡ് സൂറായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെയുള്ള ഇൻ്റഗ്രൽ ഇക്വേഷൻ ഫസ്റ്റ് കൈൻഡ് എന്ന് പറയും. ഫസ്റ്റ് കൈൻഡ് ആൽഫ സൂറാവുന്നു. ആൽഫ സൂറാവുമ്പോൾ എന്ത് വരും? ആൽഫ സൂറാവുമ്പോൾ ഈക്വൽ ടു സൂറാവില്ലേ? അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഇത് ഈക്വൽ ടു സീറോ വരിക ആണോ? ഈക്വൽ ടു സീറോ വരുന്നില്ലേ? അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ് സീറോ ആണ്, ആൽഫ സീറോ ആകുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് പറയും. ഇത് പ്രത്യേകിച്ച് എ ടു ബി ആയതുകൊണ്ട് ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് പറയും. അതുപോലെ ഇത് എ ടു എക്സ് ഈക്വൽ ടു സീറോ എന്ന് വരികയാണെങ്കിൽ അത് വോൾട്ടർ ഇൻ്റഗ്രൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയും. ഓക്കെ. ഇനി സെക്കൻഡ് കൈൻഡ് എന്ന് പറഞ്ഞു വരണമെങ്കിൽ ആൽഫ 1 ആയിരിക്കും. ആൽഫ ഓഫ് എക്സ് 1 ആയിരിക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് വൈ ഓഫ് എക്സ് മാത്രമായിരിക്കും. അതാണ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ആൽഫ ഓഫ് എക്സ് 1 ആകുമ്പോൾ അതുണ്ടാവും. ഇത് സെക്കൻഡ് കൈൻഡ്. ഇപ്പോൾ ആൽഫ ഓഫ് എക്സ് 1 ആണ് സെക്കൻഡ് കൈൻഡ്. പിന്നെ ഇൻ്റഗ്രൽ എ ടു ബി കോൺസ്റ്റൻസ് ആയതുകൊണ്ട് ഇത് ഫ്രെഡോം ഇൻ്റഗ്രൽ ഇക്വേഷൻ സെക്കൻഡ് കൈൻഡാണ്. അതുപോലെ ഇത് പിന്നെ വോൾട്ടർ ഇൻ്റഗ്രൽ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ് എന്ന് പറയും. ഇനി തേർഡ് കൈൻഡ് എന്ന് പറയുന്നത് ഈ ആൽഫ എക്സ് 0, 1 അല്ലാതെ വരിക, കോൺസ്റ്റൻസ് അല്ലാതെ വരിക എന്ന് ഉദ്ദേശിക്കുന്നത്. ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് തന്നെ വരും, ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് തന്നെ ഇവിടെ വരും. അങ്ങനെ വരികയാണെങ്കിൽ തേർഡ് കൈൻഡ് എന്ന് പറയും. തേർഡ് കൈൻഡ്. ഇതിപ്പോൾ ഏതെങ്കിലും കോൺസ്റ്റൻ്റ് ഒക്കെ ആണെങ്കിൽ 2 എന്നൊക്കെ വരികയാണെങ്കിൽ 2 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്ത് 1 ആക്കാം. മനസ്സിലായില്ലേ? ഇവിടെ ഡിവൈഡ് ചെയ്ത് 1 ആക്കുമ്പോൾ വീണ്ടും അത് സെക്കൻഡ് കൈൻഡ് ആക്കും. അപ്പോൾ ഒരു കോൺസ്റ്റൻസ് ഇവിടെ വരില്ല, പകരം ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നെ ആയിട്ട് വരുന്നത്. അതാണ് നമ്മൾ തേർഡ് കൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഒരു തേർഡ് കൈൻഡ് ഇൻ്റഗ്രൽ ഇക്വേഷനെ സെക്കൻഡ് കൈൻഡാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ക്വസ്റ്റ്യൻ കാണാറില്ല, എങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ തേർഡ് കൈൻഡ്. ഇങ്ങനെയാണ് പറഞ്ഞല്ലോ. തേർഡ് കൈൻഡ് എന്ന് പറയുമ്പോൾ ആൽഫ ഓഫ് എക്സ് ഇവിടെ ഉണ്ടാവും, ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് തന്നെ ഉണ്ടാവും, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഈ ആൽഫ ഓഫ് എക്സിന് നമ്മൾ തേർഡ് കൈൻഡാണ്. ഇതിനെ ഇങ്ങനെ എഴുതും, റൂട്ട് ഓഫ് ആൽഫ എക്സിന് റൂട്ട് ഓഫ് ആൽഫ എക്സിന് എഴുതും. എന്നിട്ട് ഒരു റൂട്ട് ഓഫ് ആൽഫ എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് അടുത്ത സ്റ്റെപ്പിൽ വന്നത്. അപ്പോൾ ഇൻ്റഗ്രലിനുള്ളിലേക്കും ഡിവൈഡ് ചെയ്യാം. കാരണം ഇൻ്റഗ്രലിനുള്ളിലേക്ക് കോൺസ്റ്റൻ്റ് എടുക്കുന്ന പോലെ, കാരണം ഇൻ്റഗ്രേഷൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു ഡി സൈ ആണ്. സൈക്കനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ സൈൻ്റെ ഫംഗ്ഷൻ എടുക്കുമ്പോൾ എടുക്കാൻ പറ്റില്ല അങ്ങനെ. പക്ഷേ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ ഫംഗ്ഷനിൽ കോൺസ്റ്റൻ്റ് ഡിവൈഡ് ചെയ്യുന്ന പോലെ അപ്പോൾ ഉള്ളിലേക്ക് എടുക്കാം. ഓക്കെ, അങ്ങനെ വെച്ചു. ഇനി നമ്മൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്.
ഈ പറഞ്ഞ ഒരു റൂട്ട് ഓഫ് ആൽഫ സൈ കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ എക്സ്ട്രാ. ഓക്കെ, അങ്ങനെ ചെയ്തു. അപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇത് മൊത്തത്തിൽ റൂട്ട് ഓഫ് ആൽഫ എക്സിൻ്റെ വൈ ഓഫ് എക്സിന് ഒരു സെറ്റ് ഓഫ് എക്സ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇത് സെറ്റ് ഓഫ് സൈ ആയിരിക്കും ഇവിടെ, സെറ്റ് ഓഫ് സൈ. ഇത് എക്സ് മാറി സൈ ആവുന്നല്ലോ, സെറ്റ് ഓഫ് സൈ. പിന്നെ ഇത് മൊത്തത്തിൽ പുതിയൊരു കേണലായി. ആദ്യമുള്ള കേണൽ കെ ഓഫ് എക്സ് ഐ ആയിരുന്നു, ഇത് വേറൊരു കേണലായി, എക്സ് വൈ ഉൾപ്പെടുന്നത് വേറൊരു കേണലായി, അത് എം ഓഫ് എക്സ് ഐ എന്ന് പറയാം. ഇവിടെ അങ്ങനെ തന്നെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് മാറി വേറൊരു എച്ച് ഓഫ് എക്സ് ആയി, കണ്ടോ. അപ്പോൾ ഇവിടെ അൺനോൺ സെറ്റായി. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഫോർമാറ്റ് നോക്കി, 1 ഇൻറ്റു സെറ്റ് ഓഫ് എക്സ്, കേട്ടോ. ആൽഫ ഓഫ് എക്സ് 1 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊരു സെക്കൻഡ് കൈൻഡ് ഇക്വേഷനായിട്ട് ഇൻ്റഗ്രൽ ഇക്വേഷനായിട്ട് മാറി. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് തേർഡ് കൈൻഡ് ഇൻ്റഗ്രൽ ഇക്വേഷനെ സെക്കൻഡ് കൈൻഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കേണൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സിമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ, സാധാരണ സിമെട്രിക് ഫംഗ്ഷൻ പറയുമ്പോൾ എന്താ വെച്ചാൽ 2 വേരിയബിളിൻ്റെയാണ്, എക്സും സൈയും. 2 വേരിയബിൾ സിമെട്രിക് ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ ആ വേരിയബിൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് സൈയും സൈൻ്റെ സ്ഥാനത്ത് എക്സും മാറ്റിയിടുമ്പോൾ വ്യത്യാസം വരില്ല. കെ ഓഫ് എക്സ് ഐയും കെ ഓഫ് സൈ എക്സും ഈക്വൽ ആയിരിക്കും. അത്തരം ഫംഗ്ഷനാണ് സിമെട്രിക് ഫംഗ്ഷൻ പറയാം. ഒരു എക്സാമ്പിളായിട്ട് എക്സ് സ്ക്വയർ പ്ലസ് ഐ സ്ക്വയർ നിർത്താൽ മതി. അപ്പം മാറ്റി എക്സും സൈ മാറ്റിയിട്ട് സൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആവും, കെ സൈ എക്സ് ഉണ്ടോ. എക്സിന് റോള് മാറി, പക്ഷേ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ കെ എസ് ഐ എക്സും കെ എക്സ് ഐ ഈക്വൽ ആവും, അല്ലേ. ഇൻ്റർചേഞ്ച് ചെയ്താൽ വേരിയബിൾ രണ്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ നോ ചേഞ്ച് ഇൻ ദ ഇക്വേഷൻ വരുന്നുണ്ടെങ്കിൽ അതിന് സിമെട്രിക് എന്ന് പറയും. അപ്പോൾ കെ ഓഫ് എക്സ് ഐ സിമെട്രിക് ആണെങ്കിൽ ഇതും സിമെട്രിക് ആയിരിക്കും. കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും ഇത് സെയിം ആവില്ല, ശരി. ഇത് ഓൾറെഡി സിമെട്രിക് ആണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാൽ സെയിം ആയിരിക്കും. അതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും സെയിം തന്നെയാണ്. ആൽഫ ഓഫ് എക്സ് റൂട്ട് ഓഫ് ആൽഫ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ആൽഫ സൈ എന്നുള്ളത് തിരിച്ച് റൂട്ട് ഓഫ് ആൽഫ സൈ ഇൻറ്റു റൂട്ട് ഓഫ് ആൽഫ എക്സ് ആവും. എക്സും സൈ മാറിയാൽ അത്ര സെയിം ആണല്ലോ. അപ്പോൾ ഇത് സിമെട്രിക് ആവുന്നതാണ് പറയുന്നത്. കെ സിമെട്രിക് ആണെങ്കിൽ ഈ ഫംഗ്ഷനും സിമെട്രിക് ആവുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു വെരിഫിക്കേഷനാണ്. വെരിഫൈ ദാറ്റ് വൈ ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് ഇൻ്റഗ്രൽ ഇക്വേഷൻ. ഇതൊരു ഇൻ്റഗ്രൽ ഇക്വേഷനാണ്. ഇതൊരു ഇൻ്റഗ്രൽ ഇക്വേഷനാണ്. ആ ഇൻ്റഗ്രൽ ഇക്വേഷൻ പറയാൻ കാരണം ഇതിൽ ആ ഇൻ്റഗ്രലിനുള്ളിൽ വൈ വരുന്നുണ്ട്, കേട്ടോ. അതാണ് ഇൻ്റഗ്രൽ ഇക്വേഷൻ പറയുന്നത്. മറ്റേ ഫോർമാറ്റിൽ തന്നെ ആവണമെന്നൊന്നുമില്ല, നമ്മൾ പറഞ്ഞ അതേ ഫോർമാറ്റിലാവണമെന്നില്ല. ഫ്രെഡോമോ അങ്ങനെയൊന്നും ആവണമെന്നില്ല. പക്ഷേ ഇത് എന്താണ്, ഒരു ഇൻ്റഗ്രൽ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ പക്ഷേ 0 to x ആയിട്ട് വോൾട്ടറയാണെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ എക്സ് ഇപ്പുറത്തേക്ക് എടുത്താൽ മൈനസ് എക്സ് ആവും. മൈനസ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഒരു കെ ഓഫ് എക്സ് ടി, സൈക്ക് വരെ ടി ആണ്, വൈ ഓഫ് ടി ഡി ടി ആണ്. മൈനസ് എക്സ് ഇക്വൽ 0 എന്നാവും, മൈനസ് ആവും. അപ്പോൾ അത് എന്താണ്, ഫസ്റ്റ് കൈൻഡാണ്. ഓക്കെ, എനിവേ ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇതിപ്പോൾ ഈ വൈ ഓഫ് എക്സിന് 1 മൈനസ് എക്സ് ഇതിനുള്ളിൽ കൊടുത്താൽ വൈ ഓഫ് ടി എന്ന് 1 മൈനസ് ടി കൊടുത്തിട്ട് പ്രോഡക്റ്റ് റൂൾ ഓഫ് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടണം. പ്രോഡക്റ്റ് റൂൾ എനിക്ക് അറിയാമല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ സാധാരണ പോളിനോമിയൽ എടുക്കുക, സെക്കൻഡ് ഫംഗ്ഷൻ ഇത് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഐ ഡാഷ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ, അതാണ് ഫോർമുല. അത് വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇതാണ്, സെക്കൻഡ് ഇൻ്റഗ്രലാണ്. ഈ റേഷൻ ഇൻ്റഗ്രൽ അത് തന്നെയാണ്, പക്ഷേ ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടി അല്ല, ഡെറിവേറ്റീവ് ഓഫ് ടി മൈനസ് 1 ഡിവൈഡ് ചെയ്യണം. ഓക്കെ, മറ്റേ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നിട്ട് ലിമിറ്റ് അങ്ങ് കൊടുക്കുക. ഇവിടെ പറഞ്ഞ ലിമിറ്റ് 0 to x കൊടുക്കുക. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതാണിത്. പിന്നെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇത് റിപ്പീറ്റ് ചെയ്തതിനുള്ളിൽ എഴുതുക, ഇൻ്റഗ്രലിനുള്ളിലായിരുന്നു മാത്രം. വീണ്ടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെരിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് പറഞ്ഞ ആൻസർ എക്സ് ആണ് എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ എക്സ് അത് കിട്ടും, റൈറ്റ്. അതാണ് ഒരു പ്രോബ്ലമാണ്. സാധാരണ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറില്ല, എങ്കിലും അത് ജസ്റ്റ് ഒരു വെരിഫിക്കേഷനാണ്. ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം, ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാധാരണ 2 ടൈപ്പ് ഉണ്ട്. IVP എന്ന് പറയും, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. പിന്നെ ഒന്ന് വേറെ ഒന്നുമില്ല, BVP, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. 2 തരത്തിലുണ്ട്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമായിട്ട് വാല്യൂ തരും. വൈ ഓഫ് 0 ഇത്ര, അല്ലെ വൈ ഡാഷ് ഓഫ് 0 ഇത്ര, അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം വാല്യൂ തരുന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ ഒരു ഇനീഷ്യൽ പൊസിഷനിലുള്ള വാല്യൂ തരുന്നുണ്ടെങ്കിൽ അത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലമാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കൂടെ അങ്ങനെ കണ്ടീഷൻ വരുന്നുണ്ട്. ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ 2 വ്യത്യസ്ത പോയിന്റ് തരും. ഒരു വൈ ഓഫ് 0 ഇത്രയും തരും, അല്ലെങ്കിൽ ഒരു വേറെ വൈ ഓഫ് 1 ഇത്രയും തരും. അങ്ങനെ വ്യത്യസ്ത പോയിന്റിൽ വാല്യൂസ് തരുന്നുണ്ടെങ്കിൽ അതെന്തോ ആവാം, ഫംഗ്ഷൻ്റെ വാല്യൂ ആവാം, അതിൻ്റെ ഡെറിവേറ്റീവ് ആവാം. അപ്പം വൈ ഓഫ് 0 ഈക്വൽ ടു 0 ആവാം, വേണമെങ്കിൽ വൈ ഡാഷ് ഓഫ് 1 ഈക്വൽ ടു 2 ആവാം. അങ്ങനെയൊക്കെ ഇത് വൈ തന്നെ ആവണമെന്നില്ല, കണ്ടീഷൻ തരുന്നത് വൈയോ വൈ ഡാഷോ ഒക്കെ ആവാം.
അപ്പോൾ ആ തരത്തിൽ കണ്ടീഷനിൽ നോക്കിയാൽ മാത്രം, അതായത് അതിൻ്റെ എക്സിൻ്റെ വാല്യൂ മാത്രം ഒരേ വാല്യൂ ആണ് തരുന്നതെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻ ആയിരിക്കും. രണ്ട് വ്യത്യസ്ത വാല്യൂലാണ് കണ്ടീഷൻ തരുന്നതെങ്കിൽ അത് ബൗണ്ടറി വാല്യൂ പ്രോബിൾ ആയിരിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ റിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഇൻ്റഗ്രൽ ഇക്വേഷൻ കിട്ടിയാൽ അതിനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി മാറ്റാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാൽ അതിന് ഇൻ്റഗ്രൽ ഇക്വേഷൻ ആയിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം. അതിനുള്ള ടൂൾസാണ്. അതെങ്ങനെ ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ കണ്ടോ, ഇതൊരു ഇൻ്റഗ്രലാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ ഇൻ്റഗ്രൽ സൈൻ ഉണ്ടാവില്ല, അതിനെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഇൻ്റഗ്രൽ ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇൻ്റഗ്രൽ ഇക്വേഷനെ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ്, ഒരു ലെബനിറ്റ്സ് റൂൾ എന്ന് പറയും. ആ റൂളാണിത്. അപ്പോൾ ഈ റൂള് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ എക്സും സൈയും ഒക്കെ ഉണ്ടാവും. ഫംഗ്ഷൻ തന്നുള്ള ഇൻ്റഗ്രൻ്റ് ഇതിൻ്റെ ഉള്ളിൽ എക്സും സൈയും ഉണ്ടാവും. പക്ഷേ വിത്ത് റെസ്പെക്ട് സൈ മാത്രമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഒക്കെ വരുന്നതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് പിന്നെ സൈക്കാണ് പിന്നെ വാല്യൂ കൊടുക്കേണ്ടത്. അപ്പർ ലിമിറ്റ് സൈക്ക് ഒരു എക്സ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എക്സിൻ്റെ ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, മൈനസ് പിന്നെ സൈക്കൊരു വേറൊരു എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മൊത്തത്തിൽ പറഞ്ഞാൽ സൈ ഇവിടുന്ന് ഡിസപ്പിയർ ചെയ്യും. സൈക്ക് പകരം അങ്ങനെ വാല്യൂ കൊടുക്കുമല്ലോ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് സൈക്ക് ഇത് കൊടുക്കുമല്ലോ. അപ്പോൾ പിന്നെ എക്സ് മാത്രമായിട്ട് മാറും. ഇത് മൊത്തത്തിൽ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് മാത്രമായിട്ട് മാറും. അതുകൊണ്ടാണ് d/dx എന്ന് പറയുന്നത്. എക്സ് മാത്രമുള്ളതാകുമ്പോൾ d/dx പറയാമല്ലോ, സാധാരണ ഡെറിവേറ്റീവ്. പിന്നെ രണ്ടും ഉണ്ടെങ്കിൽ എക്സും സൈയും ഉണ്ടെങ്കിലേ ഡോ എന്നുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് വേണ്ടു. കാരണം ഇൻ്റഗ്രേഷൻ ഓവർ കഴിഞ്ഞാൽ, ഇൻ്റഗ്രേഷൻ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ള എക്സ് മാത്രമേ ഉണ്ടാകും. അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് ടോട്ടൽ മാറും. അതാണ് d/dx പറയുന്നത്. പക്ഷേ അതിൻ്റെ ആൻസർ പറയുമ്പോൾ നേരിട്ട് d/dx ഉള്ളിലേക്ക് എടുത്ത് അല്ല ആൻസർ, അതല്ല അതിൻ്റെ കറക്റ്റ് ആൻസർ. രണ്ട് വേരിയബിളൊക്കെയാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് ഡോ/ഡോ എക്സ് എടുക്കും. അത് ഫസ്റ്റ് വാല്യൂ ടേം അതാണ്. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഡോ/ഡോ എക്സ് ആണ്. കാരണം ഈ ഫംഗ്ഷനിൽ എക്സും സൈയും ഉണ്ട്, അതുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ആകും. അപ്പോൾ d/dx ആണ് മൊത്തത്തിൽ ഇത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയതുകൊണ്ട് d/dx പറയും. പക്ഷേ ഇതിൻ്റെ കാണാനുള്ള മെത്തേഡിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഡോ/ഡോ എക്സ് ഓഫ് എഫ് കാണുക, വേറൊരു മാറ്റമില്ല. ഉള്ളിലേക്ക് ഡോ/ഡോ എക്സ്. പിന്നെയുള്ളത് ചെയ്യേണ്ട കാര്യം വിത്ത് റെസ്പെക്ട് സൈ ആണെന്നുള്ള മനസ്സിലാക്കുക. സൈക്കാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് സൈയിൽ സൈക്കാണ് വാല്യൂ കൊടുക്കേണ്ട അപ്പർ ലിമിറ്റ്. അതാണ് എഫ് ഓഫ് എക്സ് സൈൻ്റെ സ്ഥാനത്ത് ബി ഓഫ് എക്സ് ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ഇൻറ്റു ബി ഡാഷ് എക്സ് മൈനസ്, പിന്നെ ഒരു മൈനസ്, സാധാരണ ഇൻ്റഗ്രേഷനൊക്കെ ഉള്ള പറയും മൈനസ്. പിന്നെ സൈക്ക് എന്ത് കൊടുക്കണം, ലോവർ ലിമിറ്റ് എ ഓഫ് എക്സ് കൊടുക്കുക, പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ. ഇത് പഠിച്ചാൽ മാത്രം മതി, അങ്ങനെ ഒരു മനസ്സിലുണ്ടായാൽ മതി. d/dx ഓഫ് എൻ ഇൻ്റഗ്രൽ കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഉള്ളിലേക്ക് എടുക്കുക, അപ്പോൾ ഡോ/ഡോ എക്സ് എഴുതണം. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ആ ഫംഗ്ഷനിൽ വിത്ത് സൈയാന്ന് മനസ്സിലാക്കുക, സൈക്കുള്ള ലിമിറ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ്, മൈനസ് പിന്നെ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു അതിൻ്റെ ഡെറിവേറ്റീവ്. ഇതാണ് ലെബനിറ്റ്സ് റൂള്. അതങ്ങനെ പഠിക്കുക. അപ്പോൾ ഇത് എന്തിനാണ് ആവശ്യം വരുന്നത് വെച്ചാൽ, ഒരു ഇൻ്റഗ്രൽ ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ഈ ടൂൾ ആവശ്യമുണ്ട്. നേരെ തിരിച്ച് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻ്റഗ്രൽ ഇക്വേഷൻ ആക്കേണ്ട പ്രോബ്ലം വരുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ പ്രോബ്ലം ഉപയോഗിക്കും ഈ കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കുറേ ഇൻ്റഗ്രൽസാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ x2ലാണ് ഒരു x3 ഇങ്ങനെ xn വരെ ഉണ്ട്. അപ്പോൾ ഈ n-2 ഇൻ്റഗ്രൽ ഇവിടെ ഉണ്ട്, കൂടാതെ ഒരു ഇൻ്റഗ്രൽ x3 ഉണ്ട്. അപ്പോൾ n ഇൻ്റഗ്രൽസ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് n ഇൻ്റഗ്രൽസ് ഉണ്ടാവുമ്പോൾ ഇവിടെ കണ്ടോ dx2 dx3 ഇങ്ങനെ dxn അങ്ങനെ വരും. ഇതിൻ്റെ വാല്യൂ ശരിക്കും n ഇൻ്റഗ്രൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1/n-1 ഫാക്ടോറിയൽ ഇൻ്റഗ്രൽ a to x (x-a) f of c d c ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ തരത്തിലുള്ള ഇൻ്റഗ്രൽ വന്നാൽ വേറെ n is a പോസിറ്റീവ് ആൻഡ് i is a കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ റിസൾട്ട് നമുക്ക് ആവശ്യം വരും. ഈ റിസൾട്ട് പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും ഇതിങ്ങനെ ഇതിൻ്റെ ഡെറിവേഷനൊന്നും ഇല്ല, ചോദിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു dx1 ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ n ഇൻ്റഗ്രൽസ് ഉണ്ടല്ലോ.
n ഇൻറ്റഗ്രൽസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഡി എക്സ് ഇങ്ങനെയുള്ള n എണ്ണം വേണം. അപ്പോൾ ഇവിടെ dx1 കൂടി ഉണ്ടാവും. അത് നമ്മളോട് വിട്ടുവതാണ്. ഓക്കെ, അപ്പോൾ അതിന് എന്തായാലും എൻ്റെ പ്രൂഫിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പ്രൂഫ് നോക്കാം. ഇതിൻ്റെ പ്രൂഫിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. ഇവിടെ dx1 ഉണ്ട്, നോക്കട്ടോ. dx1 ഉണ്ട്, dx2 dxn ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, അത് അവിടെ എഴുതിയിട്ട് മാത്രം ഇവിടെ വിട്ടുവരണം. ശരി, പക്ഷേ ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാം. പക്ഷേ അത് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അങ്ങനെ കാണാത്തതുകൊണ്ട് ഞാനത് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ വെറുതെ ടൈം പോക്കണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ വെറുതെ വായിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ അത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് അറിഞ്ഞാൽ മതി, റിസൾട്ട് അറിഞ്ഞാൽ മതി, ഈ കാര്യങ്ങൾ അറിയണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ആ ഫോർമാറ്റ് അറിയണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ തരത്തിൽ. പക്ഷേ ഈ പറയുന്നത് നമുക്ക് ആവശ്യം വരിക ഇതെല്ലാം ഒരേപോലെ ആകുമ്പോൾ എല്ലാം എക്സ് വരുന്ന രീതിയിലുള്ളതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. x1 x2 എക്സെട്ര xn എല്ലാം എക്സ് ആവുന്ന കേസാണെങ്കിൽ ഈ ഇൻ്റഗ്രൽ ഇത് ഈ പറഞ്ഞ റിസൾട്ട് എങ്ങനെ മാറും? ഇൻ്റഗ്രേറ്റേഴ്സ് ഞാൻ പറഞ്ഞു n ഇൻ്റഗ്രൽസ് ഉണ്ട്, n ടൈംസ് ഉണ്ടാവും. പിന്നെ f(x) കണ്ടോ, എല്ലാം എക്സ് ആണ്. dx ഇങ്ങനെ n ടൈംസ് ഉണ്ടാവും. എൻ്റെ ആൻസർ ഇത് തന്നെ, 1/n-1 ഫാക്ടർ ഇൻ്റഗ്രേറ്റ് x മൈനസ് i n-1 f(c) dc. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചാലും മതി, ഇതറിഞ്ഞാലും മതി. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ രണ്ടെണ്ണമുള്ളെങ്കിൽ ഇവിടെ n2 ആയിരിക്കും. അപ്പോൾ 1/1 ഫാക്ടർ ഇൻ്റഗ്രേറ്റ് x റേസ്റ്റ് 1 അല്ലെ x മൈനസ് i f(c) d. 3 ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ എന്ത് വരും? f(x) ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിനുള്ളിൽ f(c) dc കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന x മൈനസ് i റേസ്റ്റ് 3-1 സ്ക്വയർ ഉണ്ടാവും. അങ്ങനെ 4 ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് 3 ഉണ്ടാവും. x മൈനസ് i റേസ്റ്റ് 3 ആയിരിക്കും f(c) dc ഉണ്ട്, ഇൻ്റഗ്രേറ്റ് x പിന്നെ 1/3 ഫാക്ടർ. അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതുകൊണ്ട് ഇത് പഠിച്ചാൽ മതി. പിന്നെ റീപ്ലേസ്മെൻറ്റ് ഫോർമുല എന്ന് കൂടി ഇതിന് പറയും. ഓക്കെ.